ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ഇന്നലെ പറഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സുധിയും അതുപോലെ തന്നെ ശ്രുതിയും കടയിൽ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്കാണ് വന്നത്. സച്ചിയും രേവതിയും വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. നീ എന്താടെ തിരികെ ഇങ്ങോട്ടേക്ക് പോകുന്നത്? കട നോക്കണ്ടേ? ഇനി പണ്ടത്തെ പോലെ ഇങ്ങനെ ഉഴപ്പി നടക്കാനൊന്നും പറ്റില്ല. അച്ഛൻ 2 ദിവസം കൂടുന്ന സമയത്ത് കണക്കെല്ലാം ചോദിക്കും. കറക്റ്റ് ആയിട്ട് നീ എല്ലാം കാണിക്കണം എന്നൊക്കെ പറയാണേ. സച്ചി സുധിയുടെ മേലെ അധികാരം കാണിക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രമതിക്കാണെങ്കിൽ തളച്ചു കയറുവാണ് കേട്ടോ. മതി, നിർത്തടാ, നീ എന്താണ് നനച്ചോണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചാണല്ലോ ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കണം, ജോലി കൃത്യമായിട്ട് ചെയ്യണം എന്നൊക്കെ. വീണ്ടും ചന്ദ്ര വായ മൂടടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കുറെ നേരം ശ്രദ്ധിക്കുന്നു. കടയിൽ വെച്ചിട്ട് നീ അവനെ കളിയാക്കി സംസാരിക്കുന്നു, നാണം കെടുത്തുന്നു. ഇപ്പോ ഇവിടെ വന്നിട്ട് നീ അവന്റെ മേല് അധികാരം കാണിക്കുന്നു. ഇന്ന് നീ ഇവരെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി കാണിച്ചു കൂട്ടിയ കൂത്തുണ്ടല്ലോ, ആ കൂത്ത് നടന്നിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് സുധി അഭിലാസാറിന്റെ മുമ്പിൽ നാണം കെടില്ലായിരുന്നു. അച്ഛനെ കടയിൽ ഞാൻ മുതലാളിയായിട്ട് ഇരുത്തിയില്ലേ, അത് അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എത്ര തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അമ്മയ്ക്ക് ഇവനാണ് പ്രിയപ്പെട്ടത്. ഉടനെ തന്നെ ശ്രീകാന്തും പറയുന്നുണ്ട് കേട്ടോ, അമ്മേ ആ അഭിലാസാർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ. സുധിയേട്ടൻ ഡീലറുടെ കയ്യിൽ നിന്നൊക്കെ അഡ്വാൻസ് മേടിച്ചിട്ട് ഇപ്പോ നഷ്ടപ്പെട്ട് നിൽക്കുന്നു, അത് സുധിയേട്ടന്റെ മിസ്റ്റേക്ക് അല്ലേ? ഇത് കേട്ട സുധി പറയുന്നുണ്ട്, എടാ ഞാൻ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാന്നാ വിചാരിച്ചത്, പക്ഷെ അത് ലേറ്റ് ആയി പോയി എന്ന്. അതെ, എല്ലാത്തിനും നിനക്ക് ഓരോരോ കാരണങ്ങളുണ്ടാവല്ലോ, അതിനാണ് നീ അഭിലാസാറിന്റെ വായിലിരിക്കുന്നതെല്ലാം കേട്ടത്. എടാ നീ ഇന്ന് അവിടെ കടയിൽ പോയിട്ട് ഓരോരോ അഭ്യാസങ്ങൾ കാണിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോരുത്തർ പറയുന്നത്. നിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവൻ സുധിയെ കളിയാക്കി സംസാരിച്ചു. അവനൊക്കെ സുധിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് യോഗ്യതയുള്ളത്? അവൻ വെറൊരു ഡ്രൈവർ അല്ലേ എന്ന് ചോദിക്കുകയാണേ. ഉടനെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, കാർ ഡ്രൈവറായ അമ്മ ഇപ്പൊ എന്താ കുഴപ്പം? അവരും അധ്വാനിച്ചുകൊണ്ട് തന്നെയല്ലേ ജീവിക്കുന്നതെന്നൊക്കെ രേവതി ചോദിക്കുകയാണേ. കാർ ഡ്രൈവർ എന്ന് കേൾക്കുമ്പോഴേക്കും ഉടനെ ചാടിക്കയറി നിന്നോ. അവനൊക്കെ സുധിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ വേണ്ടി പറ്റുമെന്നൊക്കെ ചോദിക്കാനോട് ചന്ദ്ര. അതെ, കഷ്ടം തന്നെയാണ്. അവൻ നേർമയോട് കൂടിയിട്ട് അധ്വാനിക്കുന്നവനാണല്ലോ, ഇവൻ വെറും കള്ളനല്ലേ? സുധിക്ക് അത് കേൾക്കുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എടാ ഒന്ന് ചുമ്മാതിരിക്കടാ അമ്മേ, ഇതെല്ലാം ഇവൻ വേണമെന്ന് വിചാരിച്ച് തന്നെ ചെയ്തതാണ്. അല്ലെങ്കിലും അഭിലാഷ് സാർ എങ്ങനെയാണ് പെട്ടെന്ന് കടയിലേക്ക് കയറി വരുന്നത്? ഇവൻ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, സാറ് വരൂ, സാറിന് അറിയാൻ വേണ്ടി പറ്റും, ഞാനല്ല എന്റെ അച്ഛനാണ് ഇനി മുതൽ കടയിലെ മുതലാളി എന്ന്. എന്നെ അപമാനപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഇവ മനഃപൂർവ്വം ഈ കാര്യങ്ങളൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി എങ്ങനെ സുധി കുറ്റപ്പെടുത്തുമ്പോ നിന്റെ അത്രയും മോശപ്പെട്ട രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയില്ലടാ എന്ന് സച്ചി പറയുന്നുണ്ട്. എടാ എനിക്കെല്ലാം അറിയാം, ഞാൻ ചെറുതായിട്ടൊന്ന് വളർന്നു തുടങ്ങി, അപ്പോഴേക്കും നിനക്ക് അസൂയാണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ കാല് വാരി വിടുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് രേവതി കറക്റ്റ് മറുപടി കൊടുക്കുകയാണ് കേട്ടോ സുധിക്ക്. മതി, നിങ്ങൾ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. ആരുടെ കാല് വാരിന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത് നിങ്ങളൊരൊറ്റ ഒരുത്താൾ കാരണമാണ്. സച്ചിയേട്ടന് ഒരിക്കലും നിങ്ങളെ കണ്ടിട്ട് അസൂയപ്പെടേണ്ട ഒരു കാര്യമില്ല. നിങ്ങളെ പോലെയല്ല സച്ചിയേട്ടൻ. രേവതിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ശ്രുതി വയ്ക്കുന്നുണ്ട്, നിങ്ങളെ പോലെയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ രേവതി എങ്ങനെയാണ്? സച്ചി മാത്രം വലിയ ത്യാഗിയെ പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. അപ്പോ ഞങ്ങൾക്ക് ആർക്കും ബുദ്ധിയില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ശ്രുതി എന്ന് പറയണേ. ഉടനെ തന്നെ വർഷയും ചാടി വീഴുന്നുണ്ട്. ഇത് നോക്ക് ശ്രുതി ചേച്ചി, നിങ്ങളുടെ ഹസ്ബൻഡാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ആ അഭിലാഷ് സാറ് വേറെന്തോ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നാന്നല്ലേ പറഞ്ഞത്? എന്നാ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ സച്ചിയേട്ടൻ വിളിച്ചു വരുത്തിയാന്നൊക്കെ പറഞ്ഞിട്ട് അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ. ഇത് നോക്ക് വർഷേ, ഇത്രയും നാള് വരാത്ത ഒരാള് പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഡൗട്ട് തോന്നില്ലെന്ന് ശ്രുതി തിരിച്ച് വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതിന് മറുപടിയായിട്ട് രേവതി പറയുന്നത്, ഇത് നോക്ക് ശ്രുതി, അവരെ പോലെ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് മറ്റുള്ളവരെ അപമാനിച്ച് മറ്റുള്ളവരെ കുറച്ച് സംസാരിച്ച് ആ രീതിയിലൊന്നും സംസാരിക്കാനോ അതുപോലത്തെ ബുദ്ധി വരുന്ന ഒരാളല്ല സച്ചേട്ടൻ. ഇനി മേലെ സച്ചേട്ടനെ കുറിച്ചിട്ട് ഇമാര് വർത്തമാനം പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് താക്കീത് നൽകുവാണ് കേട്ടോ രേവതി. ശ്രുതിയോട് എത്ര ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും രേവതി ഒന്ന് കുതിച്ചു ചാടുന്നത് കാണുമ്പോഴേക്ക് ചന്ദ്രയ്ക്ക് അങ്ങ് എരിപിരി കയറുമല്ലോ. നീ എന്തിനടി ഓവറായിട്ട് ഇവിടെ കിടന്ന് തുള്ളുന്നത്? സച്ചി ഒരിക്കലും രവിയേട്ടനെ വലിയ മുതലാളിയായി കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല അവിടെ കൊണ്ടുപോയി ഇരുത്തിയത്. സുധിയെ എങ്ങനെയെങ്കിലും മട്ടം തട്ടണം, അതിനു വേണ്ടിയിട്ടാണ് രവിയേട്ടനെ അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തിയത്. ഇത് നോക്ക് അമ്മേ, ഇന്ന് അച്ഛൻ അവിടെ കടയിൽ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ മകന്റെ ഉണ്ടല്ലോ ഡീലർഷിപ്പ് തന്നെ ഇന്ന് അവർ ക്യാൻസൽ ചെയ്തന്നെ. ഇപ്പോഴും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ആ ഡീലർഷിപ്പ് ക്യാൻസൽ ചെയ്യാതെ അവർ പോയത്. അത് സത്യമായിട്ടുള്ള കാര്യമാണല്ലോ. അതിന് മറുപടി പറയാൻ പറ്റാതെ തല കുനിച്ച് നിൽക്കുവാണ് ചന്ദ്രയും അതുപോലെ സുധിയും ശ്രുതിയും. രേവതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വർഷയും പറയുന്നുണ്ട്. രേവതി ചേച്ചി പറഞ്ഞത് കറക്റ്റ് ആണ്. ഓൾറെഡി സുധിയേട്ടൻ ആ അഭിലാഷ് സാറിന്റെ അടുത്ത് നമ്മളൊക്കെ റിച്ച് ആണ് ആളാണെന്ന് പറഞ്ഞിട്ടാണ് ഡീലർഷിപ്പ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയത്. എന്നാൽ സച്ചിയേട്ടന്റെ സത്യസന്ധത ഒന്നുകൊണ്ട് മാത്രമാണ് ഡീലർഷിപ്പ് വീണ്ടും അവര് സുധിയേട്ടന് തന്നെ കൊടുത്തത്. ശ്രീകാന്തും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, അതൊന്നും ഒരിക്കലും സുധിയേട്ടൻ ചിന്തിക്കില്ല. അവര് വന്ന് ചീത്ത പറഞ്ഞല്ലോ, അതിന് ഭയങ്കര രോക്ഷം കൊള്ളിയാൽ മാത്രം മതി. ഇനി കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. അവര് ഡീലർഷിപ്പ് കണ്ടിന്യൂ ചെയ്തോളാൻ വേണ്ടി പറഞ്ഞല്ലോ, ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട, എല്ലാരും ഓരോ വഴിക്ക് പോകാൻ വേണ്ടിട്ട് രവി ഇങ്ങനെ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ 30 ലക്ഷം രൂപ വിശ്വനാഥം കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അത് കണ്ടുപിടിക്കുക
എന്നുള്ളതാണ്. സച്ചിയാണല്ലോ അത് ഏൽപ്പിച്ചുള്ളത്. കാര്യങ്ങളൊക്കെ എവിടെ വരായെന്ന് ചോദിക്കുമ്പോൾ അച്ഛ ചെറിയ ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി അന്വേഷിക്കണമെന്ന് പറയുകയാണെ ഉടനെ തന്നെ അന്വേഷിച്ചിട്ട് അത് കണ്ടെത്തണം. അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ചന്ദ്രയെ പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ശ്രീകാന്തും വർഷയും അതുപോലെ തന്നെ പോവാണ്. രേവതി ആണെങ്കിൽ അടുക്കളയിലേക്ക് പോവാണല്ലോ. എല്ലാവരും പോയിന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ നേരെ രേവതിക്ക് അരികിലേക്ക് അങ്ങ് ചെല്ലുവാണ് കേട്ടോ. രേവതിയുടെ അടുത്ത് ഒച്ചയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്ര പോകുന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ശ്രുതിയും അതുപോലെ ശ്രുതിയും അവിടെ രസിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ചന്ദ്ര ചെന്നിട്ട് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എടി നീ എന്തിനാണ് ഇങ്ങനെ കൂടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അവന് ഈ ഐഡിയ എല്ലാം കൊടുക്കുന്നത് നീയാണോടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ രേവതി തിരിച്ച് ചന്ദ്രയുടെ അടുത്ത് പറയുന്നത്, അമ്മ അടുത്ത മാസം ചിലപ്പോ വെള്ളപ്പൊക്കം മറ്റോ വന്നു കഴിഞ്ഞാൽ അതിനും അമ്മ എന്നെ തന്നെ കാരണമായിട്ട് പറയുമെന്ന് ചോദിക്കുവാണേ. നിന്റെ വായുടെ കൊഴുപ്പ് എന്റെ അടുത്ത് കാണിക്കാൻ വേണ്ടി നിൽക്കണ്ട, നീയൊക്കെ സംസാരിക്കുന്ന അവസ്ഥയായി എനിക്ക്. ഇതിനെല്ലാം കാരണം അവൾ ഒറ്റൊരുത്തിയാന്ന് പറഞ്ഞിട്ട് നേരെ ശ്രുതിക്ക് അരികിലേക്ക് അങ്ങ് ചെല്ലുവാണേ. ഇതിനെല്ലാം കാരണം നീ ഒറ്റൊരുത്തിയാണ്. നീ നല്ലപോലെ ആയിരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ശ്രുതിയെ വന്നിട്ട് ഇങ്ങനെ ചീത്ത വിളിച്ച് പോവായിരുന്നോ? ഇത് കേട്ട ശ്രുതിയെ തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ, ആന്റി ഞാൻ എന്താ ചെയ്തതെന്ന് മിണ്ടി പോവരുത്. ആ പണത്തെ കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രയും വഷളാവുമായിരുന്നോ? ഇനി നീ നിന്റെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അത് ഇതോടുകൂടി നിർത്തിക്കോണം. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും എന്റെ അടുത്ത് ചോദിച്ചിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടി പാടുള്ളൂ. മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ ആ മനസ്സിലായെന്ന് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്. ഉടനെ തന്നെ ആ നീലിമയുടെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടിയ പണം ഉണ്ടല്ലോ, അത് കൊടുക്കാനുള്ള വഴി നോക്ക്. അത് തിരിച്ചു കൊടുക്കുന്നത് വരെ അവനത് പറഞ്ഞു കാണിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മുതലാളിയായിരുന്ന ഇവനെ വെറും കടയിലെ തൊഴിലാളിയാക്കി മാറ്റിയത്. എല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തിയാണ്. എന്നെ പറ്റിച്ചിട്ട് വലിയെന്തോ ഉണ്ടാക്കാന്ന് വിചാരിച്ചും കൊണ്ട് നടന്ന നിങ്ങൾ തന്നെ ഇപ്പോ എല്ലാവരുടെ മുമ്പിൽ പറ്റിക്കപ്പെട്ട് നിൽക്കുവല്ലേ. നിന്നെയൊക്കെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതി. പെട്ടെന്ന് തന്നെ ആ പണം കൊടുക്കാനുള്ള വഴി നോക്കുക എന്നുള്ള കാര്യം വീണ്ടും ചന്ദ്ര പറയുമ്പോൾ ശരി ആന്റി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും മുറിയിലേക്ക് പോവാണേ. അത് കണ്ട ചന്ദ്രയാണെങ്കിൽ നീ എങ്ങോട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്, കടയിലേക്ക് പോകുന്നില്ലേ, മര്യാദയ്ക്ക് കടയിലേക്ക് പോടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് തള്ളി അങ്ങ് വിടുവാണേ. അവിടെ ഇരുന്നുകൊണ്ട് ചന്ദ്ര ചീത്ത പറയുന്നതെല്ലാം സച്ചിയും രേവതി അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ഭയങ്കര അപമാനമായിട്ട് തോന്നുകയും വേഗം തന്നെ മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. തുടർന്ന് രാത്രിയിലാണ് കാണിക്കുന്നത്. സച്ചിക്ക് പാലുമായിട്ട് രേവതി ഇങ്ങനെ വരുന്നുണ്ട്. രേവതിയുടെ അടുത്ത് പാല് മേടിച്ചിട്ട് ടേബിളിന്റെ മേലെ വെച്ച് കൈ ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നുണ്ട്. അയ്യോ സച്ചിട്ട എന്റെ കൈ വേദനിക്കുന്നു. എത്ര വേദനിച്ചാലും കുഴപ്പമില്ല, നിന്നെ പ്രോത്സാഹിപ്പിച്ചേ പറ്റുള്ളൂ രേവതി. എന്തിനെന്ന് രേവതി ചോദിക്കുമ്പോഴാണ് ഇപ്പോ നിനക്ക് ഒരാളും കൂടി കൂടെ കിട്ടിയില്ലേ. സച്ചി പറയുന്നത് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ രേവതി കാര്യം അന്വേഷിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല രേവതി, എപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അമ്മ നിന്നെ മാത്രമാണല്ലോ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പൗഡർ എടുത്തും കൂടെ ചേർന്നില്ലേ, അതുപോലെ വർഷയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടി സ്ട്രോങ് ആവുന്നുള്ള കാര്യം പറയണ്ടേ. ഇതെല്ലാം ശ്രുതിയും അതുപോലെ അപ്പുറത്ത് നിന്നുകൊണ്ട് ചന്ദ്രയും കാണുന്നുണ്ട്. അവർ രണ്ടുപേരും പരസ്പരം കാണുന്നില്ല, പക്ഷെ സച്ചിൻ രേവതിയും പറയുന്നത് രണ്ടുപേരും കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് കേട്ട രേവതിയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്നും ചീത്ത വിളി കേട്ട് എനിക്കതിപ്പോ ശീലായി. ഒരു ദിവസം കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോ എന്തോ പോലെ. എന്താണാവോ അമ്മ ഇന്ന് ഒന്നും പറയാത്തത് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ ശ്രുതി അതുപോലെ അല്ലല്ലോ, അവൾക്ക് ഇതൊന്നും ശീലമില്ലല്ലോ. പാവം ഇപ്പോഴല്ലേ ആദ്യമായിട്ട് ചീത്ത കേൾക്കുന്നത്. അതിനെന്താ രേവതി, ഇപ്പൊ മേടിച്ചില്ലേ, ഇനി അതങ്ങ് ശീലായിക്കോളും. എന്നാ രേവതി ഒരിക്കലും വർഷയെ ചീത്ത വിളിക്കാൻ വേണ്ടി പറ്റില്ല. നിന്നെയും അതുപോലെ തന്നെ ശ്രുതിയും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ മിണ്ടാതിരിക്കും. എന്നാ വർഷ അങ്ങനെയല്ല, അവള് മിണ്ടാതിരിക്കത്തേ ഇല്ല. അത് സച്ചേട്ടൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അവൾക്ക് ഒന്നിനും ഒരു ഭയവും ഇല്ല. എപ്പൊ നോക്കിക്കഴിഞ്ഞാലും പടപടാന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടല്ലേ പറയുന്നത് അമ്മയുടെ വേലയൊന്നും നമ്മുടെ വർഷയുടെ അടുത്ത് ചെലവാവില്ല എന്ന്. ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട ശ്രുതിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ കഷ്ടപ്പെടുന്നത് ഇവർക്ക് വലിയ സന്തോഷമാണെന്നാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണേ. അതേസമയം ചന്ദ്ര ഇത് കേട്ടോണ്ട് നിൽക്കുന്നുണ്ടല്ലോ. അയ്യോ 3 പേരും കൂടി കൂട്ട് ചേരുന്ന തോന്നുന്നത്. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ ചന്ദ്രയ്ക്കാണല്ലോ പണി കിട്ടാൻ വേണ്ടി പോകുന്നത്. ആ കാര്യം പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോകുന്നുണ്ട്. രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ പണം പറ്റിക്കപ്പെട്ട ആ വിശ്വനാഥനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ എന്ന്. സച്ചേട്ടൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അന്വേഷിക്കാതിരിക്കോ? അയാളെ കുറിച്ച് അന്വേഷിച്ചു. അയാളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു സിനിമാ നടൻ വരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ. അയാളുടെ വീടും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഞാൻ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് അന്വേഷിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണേ. അതിനെക്കുറിച്ച് രേവതി ഞാനും ചിന്തിച്ചു. പക്ഷെ ഞാൻ അവിടെ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചാൽ ശരിയാവില്ല, അവിടേക്ക് നീ പോണം. ഞാനോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അതേ രേവതി, നീ ആ വീട്ടിൽ ചെന്നിട്ട് പറയണം ഞാൻ ഡെയിലി എല്ലാ വീടുകളിലും പൂ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പൂ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുതരാം എന്ന്. അങ്ങനെ ഡെയിലി അവിടെ ചെന്നിട്ട് നീ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഒന്ന് പരിചയപ്പെടണം എന്ന് ചോദിക്കുമ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങൾ നീ ആദ്യം അവിടെ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് വന്നിട്ട് എന്റെ അടുത്ത് കാര്യങ്ങൾ പറയണം. എന്നതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുള്ളൂ. ഞാനെങ്ങനെ സച്ചേട്ടൻ അവിടെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുക, സച്ചേട്ടൻ പോയാൽ പോരെ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. രേവതി, ഒരു പരിചയമില്ലാത്ത ഞാൻ അവിടെ പോയിട്ട് അയാളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചാൽ അയാൾ എന്തെങ്കിലും പറയോ? അത് മാത്രമല്ല നമ്മൾ ഇതിനെക്കുറിച്ച്
അന്വേഷിക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് വിശ്വനാഥന്റെ അടുത്ത് ഒന്നുകൂടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ അദ്ദേഹത്തെ വിളിച്ച് പറയില്ലേ, ആദ്യം രേവതി നീ അവിടെ ചെന്നിട്ടുണ്ടല്ലോ, അവിടെ ആ അഭിനയിക്കുന്ന ആളുടെ കൂടെ ആരൊക്കെയാണുള്ളത്, അവിടുത്തെ സിറ്റുവേഷൻ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരൂ, അതിനുശേഷം ഞാൻ വരാം, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ രേവതി ശരി ഞാൻ തന്നെ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാന്ന് പറയുന്നുണ്ട്. തുടർന്ന് ശ്രുതിയും റൂമിലിരിക്കുന്ന കാണിക്കുന്നത്. ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, ആ അഭിലാഷ് സാറിന്റെ മുമ്പിൽ ഞാൻ നാണം കെട്ടുപോയി, അയാളുടെ മുമ്പിൽ എനിക്ക് എന്തൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു എല്ലാം പോയി, അയാളെ വിളിച്ചിട്ടാണെങ്കിൽ അയാൾ ഫോൺ എടുക്കുന്നില്ല, ഒന്ന് സോറി പറയാന്ന് വെച്ച് കഴിഞ്ഞാല് അത് മാത്രോ കടയിലെ സ്റ്റാഫുകളുടെ മുമ്പിലൊക്കെ ആകെ മൊത്തത്തിൽ മര്യാദ പോയി എന്നൊക്കെ പറയുകയാണേ. ഇത് കേട്ട ശ്രുതിയും പറയുന്നുണ്ട് നമുക്ക് വീട്ടിലായാലും ശരി ഷോറൂമിലായാലും ശരി ഉള്ള മര്യാദ മൊത്തം പോയ അഭിമാനമൊക്കെ തിരികെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആകെ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇത് കേട്ട ഉടനെ തന്നെ എന്താ വഴിയെന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ശ്രുതി. നമ്മുടെ കയ്യിൽ നിന്ന് 30 ലക്ഷം അടിച്ചോണ്ട് പോയില്ലേ ആ വിശ്വനാഥൻ, അയാളുടെ കയ്യിൽ നിന്ന് പണം തിരികെ മേടിക്കണം, ആ പണം അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കണം എന്ന് പറയുകയാണേ. അതെങ്ങനെ അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്, നീലിമയുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച സമയത്താണ് ഈ സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് അച്ഛന് കൊടുക്കായിരുന്നു, പക്ഷെ ഇത് നമ്മൾ സബ് ഡീലേഴ്സിന്റെ അടുത്ത് നിന്ന് മേടിച്ച പണമല്ലേ, അവർക്ക് സാധനങ്ങൾ നമ്മൾ കൊടുക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് ആ പണം അഭിലാഷ് സാറിന് കൊടുക്കണം, എങ്കിൽ മാത്രമേ സാധനങ്ങൾ അവർക്ക് അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും, ഷോറൂം അടയ്ക്കേണ്ട അവസ്ഥയാകും. ശ്രുതിയുടെ സംസാരം എല്ലാം കേൾക്കുമ്പോൾ തലയ്ക്കിങ്ങനെ കൈവയ്ക്കാണ് ശ്രുതി ചെയ്യുന്നത്. അഭിലാഷ് സാറ് എന്താണ് പറഞ്ഞത്, ബിസിനസ് ആരംഭിച്ച ഉടനെ തന്നെ നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണരുത്, വലിയ വീട് മേടിക്കരുത് എന്നൊക്കെയല്ലേ, ആ വീട് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ ശ്രുതി പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ മാത്രമാണോ ആഗ്രഹിച്ചതെന്ന് ശ്രുതി തിരിച്ചു ചോദിക്കുന്നുണ്ടേ. നീയും വാങ്ങാതെ തന്നെയല്ലേ പറഞ്ഞത്, ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനും അതോടുകൂടി വിട്ടേനെ. ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതും എന്റെ തെറ്റ് തന്നെയാണല്ലേ, എല്ലാ തെറ്റും എന്റെ തന്നെയാണ്, അല്ലെങ്കിലും എല്ലാം എന്റെ തലയിൽ തന്നെയാണല്ലോ വന്ന് വീഴുക. ശ്രുതിയുടെ ദേഷ്യം കാണുമ്പോൾ ശരി ഇതിൽ എന്റെ തെറ്റും ഉണ്ടെന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. തുടർന്ന് ശ്രുതി അയാള് 5 കോടിക്ക് വീട് തരാന്നുള്ള 5 കോടിയുടെ വീട് 3 കോടിക്ക് തരാന്നുള്ള കാര്യം പറഞ്ഞപ്പോ തന്നെ നമ്മൾ സംശയിക്കേണ്ടതായിരുന്നു. അതുമാത്രമല്ലല്ലോ അന്ന് അമ്പലത്തിൽ പൈസ കൊടുക്കുന്ന സമയത്ത് രേവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശകുനം ശരിയല്ല എന്ന്, അതെങ്കിലും കേട്ടാ മതിയായിരുന്നു. ഇപ്പൊ ശ്രുതി എന്താ പറഞ്ഞു വരുന്നത്, അവള് ശരി ഞാൻ തെറ്റെന്നാണോ? അത് ശ്രുതി എനിക്ക് അപ്പോഴേ അത് കേട്ടപ്പോ എന്തോ ഒരു ഇതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. നീയല്ലേ പറഞ്ഞത് അവൾ അസൂയുണ്ട് പറയാണെന്ന്, അവൾ ഒരിക്കലും നമുക്ക് നല്ലത് നടക്കണം എന്നുള്ള കാര്യം വിചാരിക്കില്ലല്ലോ എന്ന് കരുതിയിട്ട് അവൾക്ക് അസൂയയില്ല എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ശരി എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോ അതിനെ കുറിച്ചിട്ട് എന്ത് ചിന്തിച്ചിട്ടും കാര്യമില്ലല്ലോ എന്നൊക്കെ ശ്രുതി പറഞ്ഞത് കേൾക്കുമ്പോ, അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, വിഷയം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്ത് തെറ്റാ നടന്നെന്നുള്ള കാര്യം ചിന്തിക്കുക പോലും ചെയ്യരുത്. ഈ വീട് ഇപ്പൊ അടുത്തത് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറ. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, ആ വിശ്വനാഥനെ കണ്ടുപിടിച്ചിട്ട് പണം നമ്മൾ തിരിച്ചു മേടിക്കണം. അയാളിപ്പോ എവിടെയെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അന്വേഷിച്ചു പോകുന്നത്, പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ എന്നാണ് ശ്രുതി പറയുന്നത്. പോലീസ് അന്വേഷിച്ചോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ചുമ്മാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ആ പണം തിരികെ കിട്ടിയാൽ മാത്രമേ ഈ വീട്ടിൽ നമുക്ക് മര്യാദ ഉണ്ടാവുള്ളൂ. അല്ല ശ്രുതി, ആ പണം നമുക്ക് എപ്പോ കിട്ടുന്നുള്ള കാര്യം അറിയില്ലല്ലോ, നമുക്ക് ഒരു കാര്യം ചെയ്താലോ, നിന്റെ അച്ഛനടുത്ത് ചോദിച്ചാലോ എന്ന് ചോദിക്കുകയാണേ. ശ്രുതിയുടെ ചോദ്യം കേൾക്കുമ്പോൾ ചന്ദ്രയെ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനുള്ള ദേഷ്യം കൂടി ശ്രുതിയുടെ മേലെ തീർക്കുന്നുണ്ട് കേട്ടോ. നീയും നിന്റെ അമ്മ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും പണത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം എന്റെ അച്ഛൻ എങ്ങനെ വിളിക്കാൻ വേണ്ടി പറയുന്നത്, ഞാൻ പണത്തിന് വേണ്ടിയിട്ട് മാത്രം അവരെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കില്ലേ എനിക്ക് അവരോട് സ്നേഹമില്ല എന്നും, പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ എന്നെ വിളിക്കുന്നതെന്ന്. അങ്ങനെ പണം തരാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛൻ ജയിലിൽ ബാങ്കാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ അച്ഛൻ 5 സ്റ്റാർ ഹോട്ടലിലാണോ താമസിക്കുന്നത്, എത്രയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ അച്ഛനെ കഷ്ടപ്പെടുത്തുന്നത്, കുറച്ചെങ്കിലും ഹ്യൂമാനിറ്റിയോട് കൂടി സംസാരിക്കുന്നൊക്കെ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടല്ല ശ്രുതി, എന്തായാലും ആ വിശ്വനാഥനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുമല്ലോ, എത്ര ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അയാളെ കണ്ടുപിടിക്കണം, അല്ലാതെ എന്റെ അച്ഛൻ്റെ അടുത്ത് പണം മേടിക്കാനൊന്നും പറ്റില്ല. എവിടെയാണ് ഒരു സാധനം കളഞ്ഞു പോയത് അവിടെ വേണം തേടാന്, ആദ്യം അവനെ കുറിച്ചിട്ടുള്ള അന്വേഷിക്കാനുള്ള വഴി നോക്ക് ശ്രുതി. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ തിരിഞ്ഞിരുന്നും കൊണ്ട് ഇനിയിപ്പോ എവിടെ പോയിട്ട് അന്വേഷിക്കുക എന്നുള്ള ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണേ. തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്.